വിശദീകരണ പ്രസംഗം പോലും നടത്താൻ അവസരം നൽകാതെ രാജിവെപ്പിച്ചതിൽ ബി.ജെ.പി. നേതൃത്വത്തോട് അമർഷത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ പ്രസ്താവന നടത്തിയ ശേഷം തിങ്കളാഴ്ച രാജിവെക്കാമെന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ പ്രധാനമന്ത്രിയെ അറിയിച്ചത്. എന്നാൽ ഉടനടി രാജിവെക്കണമെന്ന കർക്കശ നിലപാട് നരേന്ദ്രമോദി സ്വീകരിച്ചു. പ്രധാന്റെ അതൃപ്തി പരിഹരിക്കാൻ അമിത്ഷായും കിരൺ റിജിജുവും അടക്കം കേന്ദ്രമന്ത്രിമാർ വസതിയിലെത്തി കൂടിക്കാഴ്ചയും നടത്തി. വിവരങ്ങളുമായി ശരത് ലാലാണ് ചേരുന്നത്. ശരത് ലാൽ, എന്തായാലും പ്രതിഷേധം കനത്തതോടെയാണ് പ്രധാനമന്ത്രിയുടെ നിർണായകമായിട്ടുള്ള നീക്കമായിരുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നുള്ളത്. അമിത്ഷാ അടക്കം വലിയ സംരക്ഷണം പ്രധാന ഒരുക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും വിലപ്പോയില്ല, നടപ്പാക്കാൻ സാധിച്ചില്ല. ആ പ്രതിഷേധം അത്രമാത്രം ശക്തമായിരുന്നു. അപ്പോൾ അതിലെങ്ങനെയാണ് ഇപ്പോൾ പ്രധാൻ അതൃപ്തി പ്രകടിപ്പിക്കുന്നത്? പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ട ഒരു കാര്യം മാത്രമാണ്, താൻ രാജിവെക്കാൻ തയ്യാറാണ്. എന്നാൽ എനിക്ക് രാജ്യസഭയിൽ എനിക്ക് രാജിവെക്കാൻ പ്രസ്താവന നടത്തി രാജിവെക്കാനുള്ള അനുമതി തരണം. അതിനുവേണ്ടി ഒരു സമയമാണ്, 24 മണിക്കൂർ സമയം തനിക്ക് തരണമെന്നൊരു ആവശ്യമാണ് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും തയ്യാറായില്ല. കാരണം അത്തരത്തിലുള്ള പ്രക്ഷോഭം പടരുകയാണ്, മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പടരുകയാണ്. ബീഹാറിൽ വെടിവെപ്പുണ്ടായി. ആ തരത്തിൽ രാജ്യത്ത് ഒരു പ്രക്ഷോഭങ്ങൾ തിരികൊളുത്തുമ്പോൾ പ്രധാൻ രാജിവെക്കുന്നത് നീട്ടിക്കൊണ്ടുപോകുന്നത് സംഗതി കൂടുതൽ വഷളാവും എന്നുള്ളതാണ്. പ്രധാൻ RSSനെ സമീപിച്ചെങ്കിലും ഡൽഹിയിലുണ്ടായിരുന്ന RSS സർസംഘചാലക ഒരു കാരണവശാൽ പോലും ഇക്കാര്യത്തിൽ ഇടപെടാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 12 മണിക്ക് മുമ്പേ രാജി എഴുതി വാങ്ങിക്കാൻ അല്ലെങ്കിൽ പുറത്താക്കുമെന്നുള്ള കർക്കശ നിലപാടിലാണ് പ്രധാനോട് മറുപടിയായി പറഞ്ഞത്. ഇതിലുള്ള അമർഷമാണ് പ്രധാൻ പ്രകടിപ്പിച്ച് ഇന്നലെ തൻ്റെ രാജിക്കത്ത് പ്രധാനമന്ത്രിക്ക് അയക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ രാജിക്കത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു. അത് ട്വീറ്റ് ചെയ്ത് തൻ്റെ രാജിക്കാര്യം പൊതുജനങ്ങളെ ആദ്യം അറിയിക്കുന്നത് താൻ തന്നെയായിരിക്കണം എന്നൊരു വാശിയും പ്രധാന ഇക്കാര്യത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാജിക്കത്ത് സാമാന്യം ഒരു വരി രാജിക്കത്തല്ല പ്രധാൻ നൽകിയതെന്ന് ശ്രദ്ധിക്കണം. തൻ്റെ വിശദീകരണം, യുവാക്കളുടെ പ്രതിബദ്ധതയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു രാജിക്കത്താണ് പ്രധാനമന്ത്രിക്ക് രാജിവെച്ചുകൊണ്ട് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അത് അമർഷം തീരാതെ തന്നെ തൻ്റെ വസതിയിൽ ആരെയും കാണാതെ പുറത്തേക്ക് ഇറങ്ങാതെ നിൽക്കുകയാണ് പ്രധാൻ. ഇന്നലെ രാത്രിയോട് തന്നെ അമിത്ഷാ നേരിട്ട് പ്രധാനമായി കാണുകയും അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം കിരൺ റിജിജു, ഡൽഹി മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖ വ്യക്തികളൊക്കെ തന്നെ പ്രധാനെ സന്ദർശിച്ചു. രാജ്നാഥ് സിംഗ് സന്ദർശിച്ചു. അതിനുശേഷം മന്ത്രിമാരൊക്കെ തന്നെ, കിരൺ റിജിജു അടക്കമുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ തന്നെ പ്രധാന്റെ സേവനങ്ങളെ വാഴ്ത്തിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രധാന ഒരു ബലി കഴിച്ചു എന്നുള്ള ഒരു രീതിയാണ് പ്രധാന്റെ അടുപ്പമുള്ള ആൾക്കാർ ഇപ്പോൾ പറയുന്നത്. തൊട്ടടുത്ത അതായത് ഡൽഹി മുഖ്യമന്ത്രി പ്രധാനമായി വളരെ അടുപ്പമുള്ള വ്യക്തിയാണ്. ഇവരൊക്കെ പറയുന്നത് പ്രധാന ഒരു അവസരം കൊടുക്കായിരുന്നു രാജ്യസഭയിൽ, അല്ലെങ്കിൽ ഒരു വിശദീകരണം നൽകാൻ. എന്നാൽ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടെടുത്തു. ഇനി പ്രക്ഷോഭം നീട്ടിക്കൊണ്ടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ജിതേന്ദ്ര സിംഗിനെ തന്നെ ഈ ചർച്ചകൾക്കൊക്കെ നിയോഗിച്ചത്. ജിതേന്ദ്ര സിംഗും JP നഡ്ഡയും കൂടി ചർച്ചകൾ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ക്രോഡീകരിച്ചിരുന്നത്, അമിത്ഷായാണ് ക്രോഡീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ രാജിക്കാര്യം 3ാം വട്ട ചർച്ച നടക്കുന്നതിന് തൊട്ടുമുമ്പ് രാജിവെച്ച പ്രശ്നങ്ങൾ ഒക്കെ ഒരു സമാധാനത്തിലേക്ക് എത്തിക്കാൻ പ്രധാനമന്ത്രിയുടെ ഈ നടപടി കഴിഞ്ഞു. എന്നാൽ പ്രധാനാകട്ടെ തനിക്കൊരവസരം നൽകിയില്ല എന്ന പരാതിയുമായി വീട്ടിനുള്ളിൽ അടച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ BJP നേതൃത്വം ഇപ്പോഴും തുടരുകയാണ്. കാരണം BJPയിൽ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ, അതായത് BJP സംഘടനാ തലത്തിൽ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ നൽകാൻ തയ്യാറാണ് എന്ന് പ്രധാനെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അത് അദ്ദേഹം സ്വീകരിക്കുമോ എന്നത് ഇപ്പോൾ പറയാൻ കഴിയില്ല. സ്വീകരിക്കില്ല എന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ള വൃത്തങ്ങൾ പറയുന്നത്. സ്വാതി. ശരി ശരത് ലാൽ.